ഷെയറിംഗ് എക്സ്പീരിയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷെയറിംഗ് എക്സ്പീരിയൻസ് വളരെ സജീവമായി തന്നെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സ്കഫോൾഡിംഗായി, ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകുന്നവരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനോടകം തന്നെ ഷെയറിംഗ് എക്സ്പീരിയൻസിന്റെ പ്രേക്ഷകര് അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഓരോ ഇതിലും എനിക്ക് കിട്ടുന്ന റിപ്ലൈ അനുസരിച്ച് എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതായി എനിക്ക് അറിയാൻ സാധിച്ചു. അതുതന്നെയാണ് എൻ്റെ മുന്നോട്ട് പോകാനുള്ള ഊർജവും. അപ്പോൾ ഇനി ഈ 2022 മാർച്ചിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് എല്ലാ തരത്തിലും ഒരു സഹായം തരാൻ തന്നെയാണ് ഷെയറിംഗ് എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ആൾറെഡി എല്ലാ കൂട്ടുകാർക്കും കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ അനുസരിച്ചുള്ള പോർഷൻസ് ഒക്കെ ലഭ്യമായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഞാൻ പറയുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ അതിൽ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോ മറ്റോ നമ്മുടെ പുതിയ ഫോക്കസ് ഏരിയ, ഈ വർഷത്തെ ഫോക്കസ് ഏരിയ SCERT പുറത്തിറക്കുമായിരിക്കാം. അപ്പോൾ അത് വരുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ഇൻ ആൻറ്റിസിപ്പേഷനിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അതിൽ. അപ്പം കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചർച്ച പോകുന്നതാണ് ശീതസമരം. നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റിന്റെ ബിഗിനിങ്, സമകാലീന ലോക രാഷ്ട്രീയം എന്ന രണ്ടാമത്തെ ടെക്സ്റ്റിന്റെ NCERT ടെക്സ്റ്റിലെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് കോൾഡ് വാർ എന്ന ശീതസമരം എന്ന്. അപ്പോൾ അതിലേക്ക് ഇന്നത്തെ ചർച്ച അതിലാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ കൂട്ടുകാരോട് ഒരു അഭ്യർത്ഥന, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈ എളിയവനെ അനുഗ്രഹിക്കുക എന്ന് ഉള്ള പതിവ് മുഖവരിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഷെയറിംഗ് എക്സ്പീരിയൻസിൻ്റെ ഇന്നത്തെ വീഡിയോ കോൾഡ് വാർ പൊളിറ്റിക്സ് ഇൻ കണ്ടംപററി വേൾഡ് എന്നാണ്. എന്താണ് കോൾഡ് വാർ? ഈ കോൾഡ് വാർ എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിന് മുമ്പ് ഇത് ലോകത്ത് ഉദിച്ചു വന്ന ആ ഒരു കാലഘട്ടം നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, മാനവരാശി 2 ഗ്ലോബൽ വാർസിന് വിധേയമായിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും. 1-ാം ലോകമഹായുദ്ധത്തെക്കാൾ വളരെ ഭീകരാവസ്ഥയായിരുന്നു 2-ാം ലോകമഹായുദ്ധം സൃഷ്ടിച്ചത്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് വർഷം അതിപ്പോഴും ആ ജപ്പാനിൽ ആ ജനതയുടെ മേൽ ഇപ്പോഴും അതിൻ്റെ ആധിയും വ്യാധിയും മാറാതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അത്രയും ആ യുദ്ധം അവസാനിച്ചത് ഈ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബ് ആക്രമണത്തോടെയാണല്ലോ. അപ്പോൾ ഈ 2021 നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അതിൻ്റെ ആ ഗ്ലോബൽ ഒരു ഇതെന്ന് പറയാം, ആ ആണവ യുദ്ധത്തിൻ്റെ ഭീഷണി ഇപ്പോഴും അതിൻ്റെ ആ നിഴൽ ഇപ്പോഴും നമ്മുടെ ലോകത്ത് എല്ലായിടത്തും പരന്നിരിക്കുക. ഇപ്പോഴും ഇനിയൊരു 3-ാം ലോക യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാനവരാശിയുടെ അന്ത്യമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടെ ഈ 1939 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് മറ്റൊരു യുദ്ധം ആരംഭിക്കുകയായിരുന്നു. അതാണ് ശീതയുദ്ധം. കാര്യം അതാണ് ഹോട്ട് വാർ. ഹോട്ട് വാർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാർ, exchange of weapons, artilleries and all kinds of human casualties for life and property and everything. All the problems were occurring in the case of humanity. മനുഷ്യന് എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പരസ്പര യുദ്ധം. ഈ യുദ്ധം 1945 അവസാനിച്ച് UN നിലവിൽ വന്നപ്പോൾ, എന്നാൽ അവിടെ മറിച്ച് ആശയങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ, മനോഭാവങ്ങളുടെ അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങളുടെ മറ്റൊരു യുദ്ധം, ആശയ സംഘടനം എന്ന രൂപത്തിൽ ലോകത്ത് സംജാതമായി. അതാണ് കോൾഡ് വാർ. അത് ഏതാണ്ട് 1945 തുടങ്ങിയ ഈ ശീതസമരം ഏതാണ്ട് അന്ന് നമുക്കറിയാം 2 സൂപ്പർ പവേഴ്സാണ് ലോകത്ത് ഉയർന്നു വന്നത്. അമേരിക്ക ഓൺ ദ വൺ ഹാൻഡ്, സോവിയറ്റ് യൂണിയൻ അതർ ഹാൻഡ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ അമരത്ത് സോവിയറ്റ് യൂണിയനും മുതലാളിത്ത രാജ്യങ്ങളുടെ അമരത്ത് അമേരിക്കയും. ഈ 2 രാജ്യങ്ങൾ ലോകത്തെ പങ്കിട്ടെടുക്കാൻ വെമ്പുകയായിരുന്നു. അവിടെ 2 ചേരികളായി മാറി. ഇനി ആ സമയത്താണ് 3-ാമതൊരു ചേരാ പ്രസ്ഥാനം നെഹ്റുവിൻ്റെയും സുകാർണോയുടെയും മറ്റു ലോക നേതാക്കളുടെയും 3-ാം ലോക രാജ്യങ്ങളുടെ നേതാക്കളുടെയൊക്കെ നേതൃത്വ ചേരായ്മ എന്ന 3-ാം ചേരി ഇങ്ങനെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു 1945-നും 90. 90 എന്ത് സംഭവിച്ചു? 90 ഈ സൂപ്പർ പവേഴ്സിൽ
അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്ന രണ്ട് സൂപ്പർ പവേഴ്സിൽ ഒരു സൂപ്പർ പവർ ഈ ലോകത്ത് നിന്നും അസ്തമിച്ചു. അതായത് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട് തകർന്നു. അതോടുകൂടിയാണ് ലോകത്ത് ശീതസമരവും അല്ലെങ്കിൽ ഈ ബൈപോളാരിസവും എന്താണ് ഇരുധ്രുവ രാഷ്ട്രീയവും ഒക്കെ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 45 വർഷക്കാലം ഈ ലോക രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങൾ, രണ്ടുപേരുടെ ആശയ സംവാദങ്ങൾ, പ്രശ്നങ്ങൾ, അവരുടെ പല യുദ്ധങ്ങൾ, അതുമായിട്ടുള്ള സൈനിക നടപടികൾ, നിലപാടുകൾ, ആയുധ നിരായുധീകരണ കരാറുകൾ, ഇങ്ങനെ 45 വർഷം ലോകത്ത് പല രീതിയിലുള്ള ബഹുലമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഒരു വേള നമുക്കറിയാം 1960കളിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് അതിഭീകരമായ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ക്യൂബൻ മിസൈൽ ക്രൈസിസ്, അതായത് അന്ന് നിഖീതയെക്കുറിച്ച് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ്, ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും പരസ്പരം പോർ വിളിച്ചുകൊണ്ട്, അതായത് ഒരു ലോകത്ത് ഒരു മൂന്നാം ലോകത്തിന് വക്കോളം എത്തി. രണ്ട് ആണവ ശക്തികൾ നേർക്കുനേർ പോരാട്ടം, ഒരു യുദ്ധത്തിൽ പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിൽ ലോക നേതാക്കൾ, UNO, മറ്റ് അഭ്യുദയകാംക്ഷി സമാധാന സ്നേഹികളെല്ലാം ഒന്നടങ്കം ഇടപെട്ടു. അവസാനം ഇരു നേതാക്കൾക്കും അല്പം മനംമാറ്റം ഉണ്ടായി. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരമായ ഒരു സംശയം. ഒരാളുടെ കഴിവിനെ കുറിച്ച് മറ്റേയാൾക്കറിയില്ല, മറ്റേയാളുടെ കഴിവ് അടുത്തയാൾക്കും അറിയില്ല. അങ്ങനെ ആ സംശയത്തിൽ ഞങ്ങൾ എങ്ങനെ അടിച്ചാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ള ആ ഒരു സംശയം ഇരുകൂട്ടർക്കും ഉണ്ടാവുന്നതുകൊണ്ട് രണ്ടുപേരും അവസാനം ലോകം രക്ഷപ്പെടുകയും രണ്ടുപേരും ആ പ്രതിസന്ധി അവസാനിച്ച് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പട്ടാള നടപടികളൊക്കെ അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ ലോകത്ത് ഓരോ കൊച്ചു രാജ്യങ്ങളുടെ മേൽ അവിടെ ആധിപത്യവും പട്ടാള മേധാവിത്വവും തുടരുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിയറ്റ്നാമിൽ അമേരിക്ക കൈ പൊള്ളിയെങ്കിലും വിയറ്റ്നാമിൽ, കംബോഡിയയിൽ അമേരിക്കയുടെ അഭിനിവേശം, കടന്നുകയറ്റം. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ, ഇവിടെ അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ കടന്നുകയറ്റം, മറ്റ് ബാൽക്കൻ പെനിൻസുല, അങ്ങനെ. അതുപോലെ കൊറിയയെ രണ്ടായി വിഭജിച്ചു. ഇന്നും ആ കൊറിയയിലെ ആൾക്കാർ രണ്ട് തട്ടിൽ കഴിയുകയാണ്. പക്ഷേ ഈ അതായത് കോൾഡ് വാറിന്റെ അവസാനം ജർമ്മനിയും അവർ കോൾഡ് വാർ കാലത്ത് രണ്ടായി വിഭജിച്ചതായിട്ട് നമുക്കറിയാം. എന്നിട്ട് ജർമ്മനിയുടെ കുറുക്കെ ബെർലിൻ വാൾ ഉണ്ടാക്കി. അവിടെ കിഴക്കൻ ജർമ്മനി എന്നും പശ്ചിമ ജർമ്മനി രണ്ട് ജർമ്മനിയാക്കി മാറ്റി. പശ്ചിമ ജർമ്മനി അമേരിക്കൻ മോഡൽ മുതലാർന്ന കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസത്തിലും പോകും. അവസാനം ഈ 1990കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നുകൂടി ബെർലിൻ വാൾ ഇടിച്ച് നിരപ്പാക്കി. ഇപ്പോൾ ജർമ്മൻ ജനത ഏകീകരിച്ച് തിരിച്ചെടുത്തു. ഇതൊക്കെ സംഭവങ്ങൾ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ കോൾഡ് വാർ എന്ന് പറയുന്നത്. ഇനി ഈ കോൾഡ് വാർ നമ്മൾ പഠിക്കുന്നത്, കോൾഡ് വാർ ഏതെല്ലാം മേഖലകളിലാണ് ഇതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോൾഡ് വാർ നമ്മൾ എന്താണെന്ന് ആദ്യം എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന കോൾഡ് വാറിന്റെ പദ്ധതി, കാരണം അതൊരു എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറ്. അപ്പോൾ അങ്ങനെ ആദ്യം എന്താണ് കോൾഡ് വാർ, അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് രണ്ട് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എഴുതി. ഇനി നമ്മൾ ശീത സമരത്തിന് ചില കോൾഡ് വാറിന് പ്രത്യേകം ഉണ്ടായിരുന്നു. ആശയ സംഘടനമായിരുന്നു. ഇവിടെ രണ്ട് ആശയങ്ങളൊക്കെ അറിയാം. പരസ്പര വിരുദ്ധമായ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഒരു ഭാഗത്ത്, മുതലാളിത്ത ആശയങ്ങൾ മറും. ഈ രണ്ട് ആശയങ്ങളും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു. നമുക്കറിയാം, മാനവരാശി എന്ന് ലോകത്ത് ഒരു ആധുനിക സിവിലൈസേഷൻ ആരംഭിച്ചു. മാനവരാശിയുടെ പഴയ ഹോറി പാസ്റ്റ് പരിശോധിച്ചാൽ തന്നെ എപ്പോഴും ലോകത്ത് രണ്ട് ശക്തികൾ പോരാട്ടത്തിലായിരുന്നു. അത് പല പേരിലായിട്ട്, ലിബറലിസവും മാർക്സിസവും. അത് അവസാനം വന്ന് ഇപ്പോൾ സോഷ്യലിസവും ക്യാപിറ്റലിസവുമായി അങ്ങനെ ആ രണ്ട് ഇസങ്ങൾ തമ്മിൽ ഇവിടെ കോൾഡ് വാറിലും ഏർപ്പെട്ടു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ, മറ്റൊരു സോവിയറ്റ് യൂണിയൻ. അപ്പം ആശയ സംഘടന. രണ്ടാമത് ചേരികളുടെ ആവിർഭാവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ചേരി ഉണ്ടായി. അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരി, സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരി. ഇനി ഇത് രണ്ടും ചേരിയിലും ചേരാതെ മൂന്നാം ലോക രാജ്യങ്ങൾ ചേരി. അങ്ങനെ ചേരികളുടെ ആവിർഭാവം രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തത്, ലോക രാജ്യങ്ങൾ അടിസ്ഥാന വികസനത്തെക്കാൾ അടിസ്ഥാന വികസനം മറന്നു. കാരണം ഈ ലോക രാജ്യങ്ങളുടെ ആശങ്കയിൽ നിർത്തി ഈ സൂപ്പർ പവേഴ്സ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ ആയുധം വാങ്ങിക്കൂട്ടൂ, നിങ്ങളുടെ സുരക്ഷ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ലോക രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ ലോക രാജ്യങ്ങൾ തങ്ങളുടെ ജനതയ്ക്ക് അവരുടെ അടിസ്ഥാന ആവശ്യ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴില്, അങ്ങനെയുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം അതെല്ലാം ഈ സൂപ്പർ പവേഴ്സിന്റെ കൈകളിലേക്ക് ഒഴുകിയെത്തി ആയുധം വാങ്ങാൻ. കാരണം ആയുധ കമ്പനികളൊക്കെ പ്രത്യേകം അമേരിക്കയാണ്. അമേരിക്കയിലെ ആയുധ കമ്പനികൾക്ക് നിർലോഭമായി ഈ പാവപ്പെട്ട രാജ്യങ്ങളുടെ ഫണ്ട്
അവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. കാര്യം എല്ലാവരെയും ആശങ്ക ഉയർത്തിക്കൊണ്ട് ആയുധങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ആയുധീകരണം വളരെ ശക്തമായി മുന്നോട്ട് പോയി. അതാണ്. അപ്പോൾ ഇതുപോലെ അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്രാജ്യിക സാമ്പത്തിക നയത്തിന് പുതിയ മാനങ്ങൾ കൈവരികയും ചെയ്തു. ഇത്രയുമാണ് 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ നമ്മുടെ ശീതസമരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേരിചേരായ്മ ഏതെല്ലാം മേഖലകളിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ മേഖല കൂട്ടുകാർ നോക്കിയോളൂ, ഏറ്റവും പ്രകടമായ ഞാൻ പോലെ ചേരികളുടെ ആവിർഭാവം തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ, അതായത് 3 ചേരികൾ ഏതൊക്കെയാണ്. അടുത്തത് യുദ്ധങ്ങൾ, വിഭജനങ്ങൾ, പങ്കിട്ടെടുക്കൽ, മതിൽ തീർക്കൽ എന്നിങ്ങനെ പല ആസ്പെക്റ്റായിട്ട് വന്നു. യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ട് UNO നിലവിൽ വന്നു. അത് കഴിഞ്ഞ് ചെറു ചെറു യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും നടന്നു. അങ്ങനെയാണ് അപ്പൊ ആ യുദ്ധങ്ങൾ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചില്ല, കിഴക്കൻ ജർമ്മനിയിൽ നിന്നും പശ്ചിമ ജർമ്മനിയിൽ മതിച്ചോട് ബെർലിൻ വാളിന്റെ നിർമ്മാണം, അത് പങ്കിട്ടെടുക്കലായിരുന്നു. അതുപോലെ കൊറിയയും പങ്കിട്ടെടുത്തു. അതായത് പാശ്ചാത്യ സോഷ്യലിസ്റ്റ് ശക്തികൾ ജർമ്മനിയെയും കൊറിയയും പങ്കിട്ടെടുത്തു. അതിൽ കൊറിയയ്ക്ക് ആ പങ്കിട്ടൽ ഇപ്പോഴും അതിന് വിധേയമായിരിക്കുകയാണ്. പക്ഷെ ജർമ്മൻ ജനത വളരെ രാഷ്ട്രീയമായ വളരെയധികം പ്രബുദ്ധരായ ജനതയായിരുന്നു. അവർ ആ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി അവർ ആ പങ്കിൽ ക്യാൻസൽ ചെയ്ത് അവർ ഏകീകരണം നടത്തി മുന്നോട്ട് പോയി. പിന്നീട് ഞാൻ പറഞ്ഞില്ല 1975, 54, 70 അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശം, അതുപോലെ 79, 89 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം, 65 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അമേരിക്കയുടെ കയ്യേറ്റം, കംബോഡിയ തുടങ്ങിയ എല്ലാ കയ്യേറ്റം, ഒട്ടേറെ യുദ്ധങ്ങൾ ഇക്കാലത്ത് നടന്നു. ഇതെല്ലാം നമ്മുടെ പറയുന്നു കോൾഡ് വാറുമായി ബന്ധം. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ യുദ്ധവും അതും ഇവിടെ നമ്മൾ ഓർക്കണം. അത് 1954, 70 അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശം, 79, 89 സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം, 60 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അമേരിക്കൻ അധിനിവേശം. ഈ അധിനിവേശങ്ങളൊക്കെ കോൾഡ് വാർ കാലത്തുണ്ടായതാണ്. അപ്പോൾ ഇനി കോൾഡ് വാർ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു മേഖലയാണ് സൈനിക സഖ്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഏതാണ്ട് അമേരിക്കയുടെ 3 സൈനിക സഖ്യവും അതിന് ബദലായിട്ട് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സൈനിക സഖ്യവും ഉണ്ടായി. അതാണ് ജനങ്ങളെ ഈ കോൾഡ് വാർ കാലത്ത് മുതലാളിത്ത രാജ്യങ്ങളെ അല്ലെങ്കിൽ അമേരിക്കൻ തന്റെ അലയൻസിനോട് പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷ നമ്മുടെ കൂട്ടായ സുരക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചില സൈനിക സഖ്യങ്ങൾ ഓരോ പ്രദേശത്തും ഏർപ്പെടുത്തുകയാണ്. ആ സൈനിക സഖ്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവൂ. അപ്പം ആ രീതിയിൽ അമേരിക്ക ഈ പാവപ്പെട്ട രാജ്യങ്ങളെ ഫണ്ട് അടിച്ചെടുത്തു എന്നുള്ളതാണ് കാര്യം. ആദ്യമാണ് നാറ്റോ. അപ്പൊ നാറ്റോ എന്ന് പറഞ്ഞാൽ നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക മുൻനിരയിൽ നിന്നുകൊണ്ട് നാറ്റോയ്ക്ക് വേണ്ടി ആയുധങ്ങൾ അമേരിക്കൻ കമ്പനി നിർമ്മിക്കുകയും അത് ഈ നാറ്റോ രാജ്യങ്ങൾക്ക് പൊതുവായുള്ള കോമൺ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിന്റെ മൊത്തം ഫണ്ട് ഈ പാവപ്പെട്ട രാജ്യങ്ങൾ കൊടുക്കണമായിരുന്നു. അവരത് സാമ്പത്തികം വളരെയധികം ബാധിക്കുക. ആ ഫണ്ടൊക്കെ നേരെ അമേരിക്കയിലാണ് അത് എത്തിയത്. അപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് അമേരിക്കയുടെ സമീപ പ്രദേശത്ത് കിടന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒരു സൈനിക കൂട്ടായ്മയുടെ കൊടിക്കീഴിൽ അമേരിക്ക കൊണ്ടുവരികയും അതിനെ അവർ നാറ്റോ എന്ന് പേര് കൊടുത്ത് അവരുടെ സ്വന്തം സൈനിക സഖ്യമായി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഏഷ്യയിൽ വീണ്ടും അമേരിക്കയുടെ സൈനിക സഖ്യം ഏഷ്യയിലുണ്ടായി. അതാണ് സിയാറ്റോ. അതായത് സിയാറ്റോയുടെ ഫുൾ ഫോം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, SEATO, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയാം. തെക്ക് കിഴക്ക് ഏഷ്യ പസഫിക് പ്രദേശങ്ങൾ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരു സൈനിക സഖ്യത്തിലുപരി, അതായത് ഈ പ്രദേശങ്ങളിലൊന്നും സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസമോ സോഷ്യലിസമോ വരാതിരിക്കാനുള്ള അപ്പം ഈ സൈനിക സഖ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക എന്താണ്, തങ്ങളുടെ മുതലാളിത്തത്തിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് ഈ രാജ്യങ്ങൾ ഒരിക്കലും മോചിതമാവാൻ പാടില്ല. കാരണം മറ്റൊരു നീരാളി വായും തുറന്നിങ്ങനെ ഇരിക്കുകയാണ് പിടിച്ചെടുക്കാൻ, സോവിയറ്റ് യൂണിയൻ സോഷ്യലിസം. അപ്പൊ അതിലേക്ക് അവർ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് ഓരോ സൈനിക കൂട്ടായ്മ. അമേരിക്ക രാജ്യങ്ങൾ പോലെ നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെയും കൂടെ സുരക്ഷയാണ്, നിങ്ങളെ ആരും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നുള്ള രീതിയിൽ ജനങ്ങൾ ഈ പ്രദേശത്തെ ഈ രാജ്യങ്ങളെ അവരെ കൂടുതൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ നിർബന്ധിച്ചോ അല്ലാതെയൊക്കെ ഇവരെ സൈനിക കൂട്ടായ്മയിൽ ആക്കുകയായിരുന്നു ചെയ്തതാണ് സിയാറ്റോ എന്ന് പറയും. ഇനി യൂറോപ്യൻ രാജ്യങ്ങളെയും വെറുതെ വിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അമേരിക്ക സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പം അമേരിക്ക 3 സൈനിക സഖ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഒന്ന് നാറ്റോ,
രണ്ടാമത്തെ സിയാറ്റോ, 3 സെന്റോ. പിന്നെ അപ്പൊ സോവിയറ്റ് യൂണിയനും വേണ്ടേ, അവർ മിണ്ടാതിരിക്കോ, കോൾഡ് വാർ കാലമല്ലേ. സോവിയറ്റ് യൂണിയൻ ഒന്ന് തട്ടിക്കൂട്ടി പോളണ്ട് ആസ്ഥാനമായ വാഴ്സാ പാക്ട്, പോളണ്ടിലെ വാഴ്സാ ആസ്ഥാനം ഒരു വാഴ്സാ പാക്ട് എന്നും പറഞ്ഞ് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു 1955 സോവിയറ്റ് യൂണിയൻ ഒരു പുതിയ സൈനിക സഖ്യം തട്ടിക്കൂട്ടി. അപ്പൊ ഇതാണ് സൈനിക സഖ്യങ്ങൾ. ഇനി അടുത്ത കോൾഡ് വാർ പ്രത്യക്ഷപ്പെട്ട അടുത്ത പ്രധാന മേഖലയാണ് ചില പ്രഖ്യാപനങ്ങൾ, സാമ്പത്തിക പാക്കേജുകൾ. അതായത് 1945 നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിൽ ലോകം തകർന്നടിയുകയാണ്. ലോകത്ത് പല രാജ്യങ്ങൾക്കും സാമ്പത്തികമായി പരിക്കുപറ്റി. അവരുടെ പ്രധാനപ്പെട്ട സമ്പത്തും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും പാലവും റോഡും ഒക്കെ തകർന്നരിപ്പണമായി. അപ്പൊ പിന്നെ അടുത്ത 2-3 കുറച്ച് വർഷത്തേക്ക് 10 വർഷത്തേക്ക് പിന്നെ ഇക്കണോമിക് റിസഷന്റെ കാലമായി, എല്ലാ രാജ്യങ്ങൾക്കും മാന്ദ്യമാണ്. അപ്പൊ ഈ മാന്ദ്യകാലത്ത് അമേരിക്ക അടുത്ത ചൂണ്ടയിടുകയാണ്. എന്താണ് അമേരിക്കൻ പറഞ്ഞു, ലോകത്ത് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഞങ്ങൾ പ്രത്യേക പരിഗണന നൽകി ഞങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഞങ്ങൾ കൊണ്ടുവരും. അതിനുവേണ്ടി പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ഒരു തത്വം അതാണ് ട്രൂമാൻ ഡോക്ട്രിൻ. ഈ ട്രൂമാൻ ഡോക്ട്രിൻ 1947 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇതനുസരിച്ച് നിങ്ങൾ സാമ്പത്തിക പുനർനിർമ്മാണം, യുദ്ധാനന്തരം സമ്പദ്ഘടനയെ പുനഃസൃഷ്ടിക്കാൻ സാധ്യതയുള്ള അതിന് താല്പര്യമുള്ള രാജ്യങ്ങളെ നിങ്ങൾ വരൂ ഇതുവഴി ഞങ്ങളോടൊപ്പം വരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രത്യേക പാക്കേജ് തരുന്നു, നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഞങ്ങൾ കാര്യമായി സഹായിക്കുന്നതായിരിക്കും. അതാണ് ട്രൂമാൻ ഡോക്ട്രിൻ. അപ്പം പ്രഖ്യാപനം. അപ്പോൾ അത് കൂടാതെ നമ്മുടെ തുടർന്നുകൊണ്ട് അടുത്ത പ്രസിഡന്റായ ഹാമിസ് മാർഷൽ അദ്ദേഹം മാർഷൽ പ്ലാൻ കൊണ്ടുവന്നു. മാർഷൽ പ്ലാൻ ഇത് ഒരു എക്കണോമിക് പാക്കേജ് ആയിരുന്നു. ഇതിലെന്താണ്, അത് യൂറോപ്പിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, യൂറോപ്പിലെ രാജ്യങ്ങളെ നിങ്ങൾ 2ാം ലോകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാനിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിന് ഞങ്ങൾ പൂർണ്ണമായും സഹായിക്കും. അപ്പം ട്രൂമാൻ ഡോക്ട്രിൻ, മാർഷൽ പ്ലാൻ. ഇനി അടുത്ത മേഖല. അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ മേഖല കണ്ടു? യുദ്ധങ്ങൾ, വിഭജനങ്ങൾ, പങ്കിട്ടെടുക്കൽ ഒരു മേഖല, സൈനിക സഖ്യങ്ങൾ അടുത്ത മേഖല, വ്യത്യസ്ത ചേരികളുടെ ആവിർഭാവം ഒരു മേഖല, അടുത്തത് പിന്നെ പ്രഖ്യാപനങ്ങൾ. ഇപ്പോൾ ഇത് പറഞ്ഞ 4, അപ്പം 4 ഒന്ന് വ്യത്യസ്ത ചേരികളുടെ ആവിർഭാവം, യുദ്ധങ്ങൾ, വിഭജനങ്ങൾ, പങ്കിട്ട് രണ്ടാമത്തെ ഏരിയ, 3ാമത് സൈനിക സഖ്യങ്ങൾ, 4ാമത് പ്രഖ്യാപനങ്ങൾ, ട്രൂമാൻ ഡോക്ട്രിൻ, മാർഷൽ പ്ലാൻ എന്ന സാമ്പത്തിക പാക്കേജിന്റെ പ്രഖ്യാപനങ്ങൾ. ഇനി 5ാമത്തത് ആയുധ നിരായുധീകരണ കരാറാണ്. അപ്പൊ ഈ എസ്ഐക്ക് നമ്മൾ 5 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് കേട്ടോ. അതിന്റെ ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി. എസ്ഐ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആയുധ നിരായുധീകരണ കരാർ എന്ന് പറയുമ്പോൾ 1970കളിലും ആ കാലഘട്ടത്തിൽ 60-70 പോലെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അമേരിക്ക ചില ആയുധ നിരായുധീകരണ കരാർ പ്രഖ്യാപിച്ചു ആ കോൾഡ് വാറിന്റെ കാലത്ത്. അതിൽ ഏറ്റവും പ്രധാനം 1968 NPT ആണ്, ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയാണ്. അന്ന് അതിലെന്താ പറഞ്ഞത്, അന്ന് വരെ ഈ കരാർ നിലവിൽ വന്ന സമയത്ത് വരെയുള്ള ആണവ രാജ്യങ്ങൾക്ക് ആണവ ആയുധം കൈവശം വെക്കാം, പുതിയതായിട്ട് ഒരു രാജ്യം ആണവ മേഖലയിൽ വരാൻ പാടില്ല എന്ന തലതിരിഞ്ഞ ഏകപക്ഷീയമായ നിയമമാണ് അതിൽ NPT. പക്ഷെ അത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യം തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് 74 നമ്മൾ ആണവായുധം ടെസ്റ്റ് നടത്തി. നമ്മൾ ബുദ്ധൻ ലീ സ്ലാഫിംഗ് എന്ന് പറഞ്ഞ ആണവ ടെസ്റ്റ് നടത്തി. വീണ്ടും അത് 94 ആവർത്തിച്ച് നമ്മൾ സമ്പൂർണ്ണ ആണവ ശക്തി ആയത്. അപ്പം ആണവ നിരായുധീകരണ കരാർ 1968. തുടർന്ന് 72 പിന്നീട് അമേരിക്ക SALT I, SALT II, അതിനെ തുടർന്ന് START I, START II. ഇത് നമ്മൾ സാൾട്ടും സ്റ്റാർട്ടും ഞാൻ പറയാം. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പെന്നല്ല ഇവിടുത്തെ അർത്ഥം. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്ക് ആരംഭിച്ചു, സംഭാഷണം ആരംഭിച്ചു. എന്താണ്? രാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വളരെ അപകടകരമായ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ കൈയിരിക്കുന്ന ആയുധങ്ങളെ നമുക്ക് ലിമിറ്റ് ചെയ്യണം, അതിനുവേണ്ടി ചർച്ചകൾ വേണം. അങ്ങനെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു 1972. അപ്പൊ ആ ചർച്ചയാണ് സാൾട്ട് I എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ 2 തവണ ചർച്ച ചെയ്തു. 72 ചർച്ച ചെയ്തു, അത് സാൾട്ട് I. 79 വീണ്ടും ആ മേഖലയെക്കുറിച്ച് അടുത്ത 2ാം ഘട്ട ചർച്ച, അത് സാൾട്ട് II. അപ്പൊ ചർച്ചയാണ് നടന്നത്. ഇനി ഈ ചർച്ചയിലെ തീരുമാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1991 ആദ്യത്തെ ആംസ് റിഡക്ഷൻ ട്രീറ്റി സ്റ്റാർട്ട്. തുടർന്ന്
1993 ആംസ് റിഡക്ഷൻ ട്രീറ്റി സ്റ്റാർട്ട് 2 ഈ സാൾട്ടും സ്റ്റാർട്ട്, ഞാൻ കറക്റ്റ് കൺഫ്യൂഷൻ വരുന്നത്. സാൾട്ട് 1ഉം സാൾട്ട് 2 എന്ന് പറഞ്ഞാൽ ടോക്കാണ്. സൈനികങ്ങൾ, അതായത് സൈനിക ശക്തി കുറയ്ക്കുന്നില്ല, ടോക്ക് അതാണ്. അപ്പൊ അത് രണ്ടുമാണ് നടന്നത്. ഈ രണ്ട് ആ രണ്ടിന്റെയും ഒരു ഔട്ട്പുട്ടാണ് 1991 ജൂലൈയിലെ സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. റിഡക്ഷൻ ആണ് ലിമിറ്റേഷൻ ആദ്യം, പിന്നെ റിഡക്ഷൻ ആണ്. ആദ്യം നിങ്ങൾ ആയുധങ്ങൾ നിയന്ത്രിക്കൂ, പിന്നീട് ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കൂ. അപ്പൊ അതുപോലെ അങ്ങനെ രണ്ട് ട്രീറ്റി വന്നു. അത് 91 സ്റ്റാർട്ട് 1, 2 വർഷം കഴിഞ്ഞ് 93 സ്റ്റാർട്ട് 2 എന്ന് വെച്ചാൽ ലോകത്ത് ആണവ ആയുധങ്ങളെ നിയന്ത്രിക്കുക, അതുപോലുള്ള ഏറ്റവും ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള വിനാശകരങ്ങളായിട്ടുള്ള മാനവരേഷയ്ക്ക് ഭീഷണിയുമായിട്ടുള്ള ആയുധങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു മനസ്സ് അവസാനം ഈ സൂപ്പർ പവേഴ്സ് രാജ്യങ്ങൾക്ക് ഉണ്ടായി, പ്രത്യേകിച്ച് അമേരിക്ക ഉണ്ടായെന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയും. പക്ഷെ ഇന്ന് നമുക്ക് ഇന്ന് കോൾഡ് വാർ ഇല്ല. കാരണം അമേരിക്ക അവിടെ സോവിയറ്റ് യൂണിയന്റെയും ആ പരസ്പര ആശയ സംഘടനം 91 അവസാനിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്ന് അതിന്റെ ഏകപക്ഷീയമായി പിന്നെ അമേരിക്ക പിന്നെ കുറച്ചു നാളത്തെ ഏകധ്രുവ രാഷ്ട്രീയമാണ്. പിന്നെ അമേരിക്ക ലോകത്തിന്റെ പോലീസുകാരനാവുകയാണ്. പിന്നെ അമേരിക്ക ലോകത്തിന്റെ ഓരോ സൈനിക നടപടികൾ, നമ്മൾ അടുത്ത പിന്നെ വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കും. ഓരോ സൈനിക നടപടികളിലൂടെ ലോകത്തിന്റെ പോലീസുകാരൻ തങ്ങളുടെ മേധാവിത്വം അംഗീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന അമേരിക്കയാണ് നാം കാണുന്നത്. പക്ഷേ പിന്നീട് അമേരിക്കയിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോ ലോകം ബഹുധ്രുവ രാഷ്ട്രീയമാണ്. അപ്പൊ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം 2 ബൈപോളർ ഡിവിഷനിലേക്ക് വന്നു. അത് 90 വരെ തുടർന്നു എന്നുള്ളതാണ്. 90 ഈ ബൈപോളറിലെ ആ സോവിയറ്റ് യൂണിയൻ അങ്ങ് പോയപ്പോഴേക്കും അമേരിക്കയുടെ ഏകധ്രുവം വന്നു. പിന്നെ കുറച്ചുനാൾ അമേരിക്ക മാത്രമാണ് ലോകകാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയത്. പക്ഷെ അത് പിൽക്കാലത്ത് അത് വീണ്ടും ജർമ്മനി വന്നു, അതുപോലെ ഇന്ത്യ ഒരു ശക്തിയായി, ചൈന ഉയർന്നു വന്നു, അങ്ങനെ മറ്റു പല രാജ്യങ്ങളും വരികയും ഇപ്പോഴും നൗ ദ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് മൾട്ടി പോളാർ വേൾഡ്. സോ when Cold War was starting, at that time it was a bipolar world of Soviet Union. It was shared by Soviet Union and America that continued between 1945 to 1990. And what happened really was Soviet Union just got smashed. So one of the superpowers got disappeared and another superpower, only one superpower was left there, that is the United States of America. So they controlled the world unilaterally for some time. So single polar politics there was there. After that what happened was that അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ the world was shifted to multi world war politics. പല ബഹുദ്രുവ രാഷ്ട്രീയത്തിലേക്ക് മാറി. Now the present situation is like that. അപ്പം ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കോൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് കോൾഡ് വാറിന്റെ പ്രത്യേകതകൾ എന്ത്, ഏതെല്ലാം മേഖലകളിലാണ് കോൾഡ് വാർ പ്രത്യക്ഷപ്പെട്ടത്, അത് 5 പ്രധാന പോയിന്റ്, 3 പ്രധാന പോയിന്റ് പ്രത്യേകത, ഒരു ഇൻട്രൊഡക്ഷൻ, പ്രത്യേകതകൾ, കോൾഡ് വാർ ബന്ധപ്പെട്ട മേഖലകൾ 5 എണ്ണം, അങ്ങനെ 5, 3, 8 പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ എസ്സേ, അല്ലെങ്കിൽ എസ്സേ ആയിട്ടല്ല ഇത് ചോദിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇത് ഏതെങ്കിലും ഒത്തിരി ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഡിസാർമന്റ്, സാൾട്ട് എന്താണ്, സ്റ്റാർട്ട് എന്താണ് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പ്രത്യേക ആസ്പെക്ട് എടുത്തുകൊണ്ട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ തയ്യാറാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കൃത്യമായി കണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാവണമെന്ന പതിവ് എളിയ ഓർമ്മപ്പെടുത്തലുകൂടി നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരം വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി.